ക്യുസ് 2025 ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 11 ചോദ്യോത്തരങ്ങൾ ഭാഗം 1. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകം 11 അധ്യായത്തിന്റെ ആരംഭത്തിൽ പരാമർശിക്കുന്ന ആദ്യ വ്യക്തി ആര്? ഉത്തരം ജഫ്ത. ചോദ്യം 2. ജഫ്തായുടെ വംശം ഏത്? ഉത്തരം ഗിലെയാദ്. ചോദ്യം 3. ഗിലെയാദ്കാരൻ എന്നതിനു പുറമെ ജഫ്തായ്ക്ക് നൽകുന്ന മറ്റൊരു വിശേഷണം എന്ത്? ഉത്തരം ശക്തനായ സേനാനി. ചോദ്യം 4. ജഫ്ത ശക്തനായ സേനാനി ആയിരുന്നെങ്കിലും പക്ഷേ എങ്ങനെയുള്ളവനായിരുന്നു എന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ 11 അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നത്? ഉത്തരം വേശ്യാപുത്രൻ. ചോദ്യം 5. ജഫ്തായുടെ പിതാവ് ആര്? ഉത്തരം ഗിലെയാദ്. ചോദ്യം 6. ജഫ്തായ്ക്ക് പുറമെ ഗിലെയാദിന് പുത്രന്മാർ ഉണ്ടായിരുന്നത് ആരിൽ? ഉത്തരം സ്വഭാര്യയിലും. ചോദ്യം 7. ഗിലെയാദിന്റെ സ്വഭാര്യയിലുള്ള പുത്രന്മാർ ജഫ്തായ്ക്ക് എന്ത് ലഭിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്? ഉത്തരം തങ്ങളുടെ പിതാവിന്റെ അവകാശം. ചോദ്യം 8. തങ്ങളുടെ പിതാവിന്റെ അവകാശം ജഫ്തായ്ക്ക് ലഭിക്കാൻ പാടില്ല എന്നതിന്റെ കാരണമായി അവർ പറയുന്നത് എന്ത്? ഉത്തരം നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. ചോദ്യം 9. ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല, നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ എന്ന് അവർ പറഞ്ഞത് ജഫ്തായോട് പറഞ്ഞത് എപ്രകാരം? ഉത്തരം ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട്. ചോദ്യം 10. അപ്പോൾ ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ചത് എവിടെ? ഉത്തരം തോബ്. ചോദ്യം 11. തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചിരുന്ന ജഫ്ത ചെയ്തിരുന്നത് എന്ത്? ഉത്തരം കൊള്ള ചെയ്ത് നടന്നിരുന്നു. ചോദ്യം 12. ജഫ്തായോടൊപ്പം കൊള്ള ചെയ്ത് നടന്നിരുന്നത് ആര്? ഉത്തരം ഒരു നീച സംഘം. ചോദ്യം 13. ജഫ്തായോടൊപ്പം ഒരു നീച സംഘം കൊള്ള ചെയ്ത് നടന്നിരുന്ന കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ആരാണ്? ഉത്തരം അമ്മോന്യർ. ചോദ്യം 14. അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ആരാണ് ജഫ്തായെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത്? ഉത്തരം ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ. ചോദ്യം 15. അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ആരെ കൂട്ടിക്കൊണ്ടു വരാനാണ് പോയത്? ഉത്തരം ജഫ്തായെ. ചോദ്യം 16. അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ എവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വരാനാണ് പോയത്? ഉത്തരം തോബ് ദേശത്ത് നിന്ന്. ചോദ്യം 17. ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞത് എന്ത്? ഉത്തരം അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം. ചോദ്യം 18. ആരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം എന്നാണ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞത്? ഉത്തരം അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ. ചോദ്യം 19. അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം എന്ന് പറഞ്ഞ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് നിങ്ങൾ എന്നെ എവിടെ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ എന്നാണ് ജഫ്ത ചോദിക്കുന്നത്? ഉത്തരം എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന്. ചോദ്യം 20. അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം എന്ന് പറഞ്ഞ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ജഫ്ത ചോദിച്ചത് എന്ത്? ഉത്തരം നിങ്ങൾ എന്നെ വെറുക്കുകയും എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? ചോദ്യം 21. അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം എന്ന് പറഞ്ഞ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് എപ്പോൾ നിങ്ങൾ എന്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ എന്നാണ് ജഫ്ത ചോദിക്കുന്നത്? ഉത്തരം അപകടത്തിൽപ്പെട്ടപ്പോൾ. ചോദ്യം 22. നീ ഞങ്ങളോട് കൂടെ വന്ന് ആരോട് യുദ്ധം ചെയ്യേണ്ടതിനാണ് ഞങ്ങൾ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്നാണ് ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറയുന്നത്? ഉത്തരം അമ്മോന്യരോട്. ചോദ്യം 23. അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ആരുടെ നേതാവായിരിക്കേണ്ടതിനുമാണ് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്നാണ് ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറയുന്നത്? ഉത്തരം ഗിലെയാദ് നിവാസികളായ ഞങ്ങൾ എല്ലാവരുടെയും. ചോദ്യം 24.
എപ്രകാരമായാൽ ഞാൻ നിങ്ങളുടെ നേതാവാകാം എന്നാണ് ജെഫ്ത ശ്രേഷ്ഠന്മാരോട് പറഞ്ഞത്? ഉത്തരം: അമോര്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരുകയും ചെയ്താൽ. ചോദ്യം 25: അമോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകുമെന്ന് ജെഫ്ത പറഞ്ഞപ്പോൾ ആര് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം: കർത്താവ്. ചോദ്യം 26: അമോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകുമെന്ന് ജെഫ്ത പറഞ്ഞപ്പോൾ എന്ത് വാഗ്ദാനമാണ് ശ്രേഷ്ഠന്മാർ നൽകിയത്? ഉത്തരം: നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും, തീർച്ച. ചോദ്യം 27: കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും, തീർച്ച എന്ന് ശ്രേഷ്ഠന്മാർ പറഞ്ഞപ്പോൾ ജെഫ്ത ചെയ്തത് എന്ത്? ഉത്തരം: അവൻ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് കൂടെ പോയി. ചോദ്യം 28: ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് കൂടെ പോയ ജെഫ്തായെ ജനം സ്വീകരിച്ചത് എപ്രകാരം? ഉത്തരം: നേതാവായി. ചോദ്യം 29: തന്നെ നേതാവായി സ്വീകരിച്ച ജനങ്ങളോട് ജെഫ്ത സംസാരിച്ചത് എവിടെ വെച്ച്? ഉത്തരം: മിസ്പായിൽ. ചോദ്യം 30: മിസ്പായിൽ ആരുടെ മുൻപിൽ വെച്ചാണ് ജെഫ്ത ജനങ്ങളോട് സംസാരിച്ചത്? ഉത്തരം: കർത്താവിന്റെ മുൻപിൽ വെച്ച്. ചോദ്യം 31: ജെഫ്ത ആരെ അയച്ചാണ് അമോന്യ രാജാവിനോട് ഇപ്രകാരം ചോദിച്ചത്: എന്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? ഉത്തരം: ദൂതന്മാരെ. ചോദ്യം 32: ജെഫ്ത ദൂതന്മാരെ അയച്ച് ആരോടാണ് ഇപ്രകാരം ചോദിച്ചത്: എന്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? ഉത്തരം: അമോന്യ രാജാവിനോട്. ചോദ്യം 33: ജെഫ്ത ദൂതന്മാരെ അയച്ച് അമോന്യ രാജാവിനോട് ചോദിച്ചത് എന്ത്? ഉത്തരം: എന്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? ചോദ്യം 34: അമോന്യ രാജാവ് ജെഫ്തായുടെ ദൂതന്മാരോട് ആര് തന്റെ സ്ഥലം കൈവശപ്പെടുത്തി എന്നാണ് പറഞ്ഞത്? ഉത്തരം: ഇസ്രായേൽ ജനം. ചോദ്യം 35: അമോന്യ രാജാവ് ജെഫ്തായുടെ ദൂതന്മാരോട് ഇസ്രായേൽ ജനം എപ്പോൾ തന്റെ സ്ഥലം കൈവശപ്പെടുത്തി എന്നാണ് പറഞ്ഞത്? ഉത്തരം: ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ. ചോദ്യം 36: അമോന്യ രാജാവ് ജെഫ്തായുടെ ദൂതന്മാരോട് ഇസ്രായേൽ ജനം എവിടെ മുതലുള്ള തന്റെ സ്ഥലം കൈവശപ്പെടുത്തി എന്നാണ് പറഞ്ഞത്? ഉത്തരം: അർണോൻ മുതൽ. ചോദ്യം 37: അമോന്യ രാജാവ് ജെഫ്തായുടെ ദൂതന്മാരോട് ഇസ്രായേൽ ജനം എവിടെ വരെയുള്ള തന്റെ സ്ഥലം കൈവശപ്പെടുത്തി എന്നാണ് പറഞ്ഞത്? ഉത്തരം: ജാബോക്കും ജോർദാനും വരെയുള്ള. ചോദ്യം 38: ഇസ്രായേൽ ജനം കൈവശപ്പെടുത്തിയ തന്റെ സ്ഥലം എപ്രകാരം തിരികെ കിട്ടണമെന്നാണ് അമോന്യ രാജാവ് ജെഫ്തായുടെ ദൂതന്മാരോട് പറഞ്ഞത്? ഉത്തരം: യുദ്ധം കൂടാതെ. ചോദ്യം 39: ജെഫ്ത വീണ്ടും ദൂതന്മാരെ അയച്ച് അമോന്യ രാജാവിനോട് ആര് ഇങ്ങനെ അറിയിക്കുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം: ജെഫ്ത. ചോദ്യം 40: ആരുടെയെല്ലാം ദേശം ഇസ്രായേൽ കൈയടക്കില്ല എന്നാണ് ജെഫ്ത വീണ്ടും ദൂതന്മാരെ അയച്ച് അമോന്യ രാജാവിനോട് പറഞ്ഞത്? ഉത്തരം: മൊവാബ്യരുടെയോ അമോന്യരുടെയോ ദേശം. ചോദ്യം 41: ഇസ്രായേൽ ഈജിപ്തിൽ നിന്നും വരും വഴി മരുഭൂമിയിൽ കൂടി എത്തിയത് എവിടെ? ഉത്തരം: ചെങ്കടൽ വരെ. ചോദ്യം 42: ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വരും വഴി ചെങ്കടലിന് ശേഷം എത്തിയത് എവിടെ? ഉത്തരം: കാദേശ് വരെ. ചോദ്യം 43: ഇസ്രായേൽ അന്ന് ഈജിപ്തിൽ നിന്ന് വരും വഴി തന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണമെന്ന് ആദ്യം അപേക്ഷിച്ചത് ഏത് രാജാവിനോടാണ്? ഉത്തരം: ഏദോം രാജാവിനോട്. ചോദ്യം 44: ഇസ്രായേൽ അന്ന് ഈജിപ്തിൽ നിന്ന് വരും വഴി തന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണമെന്ന് ഏദോം രാജാവിനോട് അപേക്ഷിച്ചത് ആര് വഴിയാണ്? ഉത്തരം: ദൂതന്മാർ വഴി. ചോദ്യം 45: ഇസ്രായേൽ അന്ന് ഈജിപ്തിൽ നിന്ന് വരും വഴി തന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണമെന്ന് ഏദോം രാജാവിനോട് അപേക്ഷിച്ചപ്പോൾ രാജാവ് ചെയ്തത് എന്ത്? ഉത്തരം: സമ്മതിച്ചില്ല. ചോദ്യം 43:
ഇസ്രായേൽ അന്ന് ഈജിപ്തിൽ നിന്ന് വരും വഴി തന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണമെന്ന് രണ്ടാമതായി അപേക്ഷിച്ചത് ഏത് രാജാവിനോടാണ്? ഉത്തരം മോവാബ് രാജാവിനോട്. ചോദ്യം 47. ഇസ്രായേൽ അന്ന് ഈജിപ്തിൽ നിന്ന് വരും വഴി തന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണമെന്ന് മൊവാബ് രാജാവിനോട് അപേക്ഷിച്ചത് ആര് വഴിയാണ്? ഉത്തരം ആളയച്ച്. ചോദ്യം 48. ഇസ്രായേൽ അന്ന് ഈജിപ്തിൽ നിന്ന് വരും വഴി തന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണമെന്ന് മോവാബ് രാജാവിനോട് അപേക്ഷിച്ചപ്പോൾ രാജാവ് ചെയ്തത് എന്ത്? ഉത്തരം സമ്മതിച്ചില്ല. ചോദ്യം 49. തങ്ങളുടെ ദേശങ്ങളിലൂടെ കടന്നു പോകാൻ ഏദോം മൊവാബ് രാജാക്കന്മാർ സമ്മതിക്കാത്തതിനാൽ ഇസ്രായേൽ താമസിച്ചത് എവിടെ? ഉത്തരം കാദേശിൽ തന്നെ. ചോദ്യം 50. തങ്ങളുടെ ദേശങ്ങളിലൂടെ കടന്നു പോകാൻ ഏദോം മൊവാബ് രാജാക്കന്മാർ സമ്മതിക്കാത്തതിനാൽ കാദേശിൽ തന്നെ താമസമാക്കിയ ഇസ്രായേൽ പിന്നീട് യാത്ര ചെയ്തത് എന്തിലൂടെ? ഉത്തരം മരുഭൂമിയിലൂടെ. ചോദ്യം 51. തങ്ങളുടെ ദേശങ്ങളിലൂടെ കടന്നു പോകാൻ ഏദോം മോവാബ് രാജാക്കന്മാർ സമ്മതിക്കാത്തതിനാൽ കാദേശിൽ തന്നെ താമസമാക്കിയ ഇസ്രായേൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് എത്തിയത് എവിടെ? ഉത്തരം മോവാബിന് കിഴക്ക്. ചോദ്യം 52. കാദേശിൽ തന്നെ താമസമാക്കിയ ഇസ്രായേൽ പിന്നീട് ഏതെല്ലാം ദേശങ്ങളിലൂടെ ചുറ്റിയാണ് മോവാബിന് കിഴക്ക് എത്തിയത്? ഉത്തരം ഏദോമും മൊവാബും ചുറ്റി. ചോദ്യം 53. മൊവാബിന് കിഴക്ക് എത്തിയ ഇസ്രായേൽ താവളമടിച്ചത് എവിടെ? ഉത്തരം അർണോന്റെ മറുകരെ. ചോദ്യം 54. ഇസ്രായേൽ പ്രവേശിച്ചതേയില്ല എന്ന് പറയുന്ന സ്ഥലം ഏത്? ഉത്തരം മൊവാബ്. ചോദ്യം 55. മോവാബിന്റെ അതിർത്തി ഏത്? ഉത്തരം അർണോൺ. ചോദ്യം 56. തന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണമെന്ന് മൂന്നാമതായി ഇസ്രായേൽ അപേക്ഷിച്ചത് ഏത് രാജാവിനോടാണ്? ഉത്തരം സീഹോന്റെ അടുക്കൽ. ചോദ്യം 57. തന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണമെന്ന് മൂന്നാമതായി ഇസ്രായേൽ അപേക്ഷിച്ച സീഹോന് നൽകുന്ന വിശേഷണമെന്ത്? ഉത്തരം അമോര്യ രാജാവായ സീഹോൻ. ചോദ്യം 58. അമോര്യ രാജാവായ സീഹോൻ ഭരിച്ചിരുന്ന പ്രദേശം ഏത്? ഉത്തരം ഹെഷ്ബോൺ. ചോദ്യം 44. തന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണമെന്ന് അമോര്യ രാജാവായ സീഹോനോട് അപേക്ഷിച്ചത് ആര് വഴിയാണ്? ഉത്തരം ദൂതന്മാരെ അയച്ച്. ചോദ്യം 60. തന്റെ ദേശത്തിലൂടെ എവിടേക്ക് കടന്നു പോകാൻ അനുവദിക്കണമെന്നാണ് ഇസ്രായേൽ അമോര്യ രാജാവായ സീഹോനോട് അപേക്ഷിച്ചത്? ഉത്തരം ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ. ചോദ്യം 61. തന്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം വരാതിരുന്നത് ആർക്ക്? ഉത്തരം സീഹോന്. ചോദ്യം 62. തന്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം വരാതിരുന്ന സീഹോൻ വിളിച്ചു കൂട്ടിയത് ആരെയെല്ലാം? ഉത്തരം ജനങ്ങളെ. ചോദ്യം 63. തന്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം വരാതിരുന്ന സീഹോൻ ജനങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി താവളമടിച്ചത് എവിടെ? ഉത്തരം യാഹാസിൽ. ചോദ്യം 64. തന്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം വരാതിരുന്ന സീഹോൻ ജനങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി യാഹാസിൽ താവളമടിച്ചു പൊരുതിയത് ആർക്കെതിരെ? ഉത്തരം ഇസ്രായേലിനോട്. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: മൊവാബിന്റെ അതിർത്തി ഏത്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. നന്ദി.